ഞാൻ എൻ്റെ രാവിലത്തെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റായി കേട്ടോ. 6 മണിക്ക് 5:45 കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേനും 6 മണിയാവാറായി. ഞാൻ ഈ ഒരു ബാൽക്കണിയിലൂടെയാണ് എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വോക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ മുറ്റമില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാനും ആദ്യമേ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. ഇതൊന്നും ഒരു ബ്ലോക്കേജ് അല്ല കേട്ടോ. നമ്മുടെ വലിയ വലിയ ബ്ലോക്ക്സ് മാറ്റാനായിട്ട് നമുക്ക് ഈ ചെറിയ സ്പേസിലൂടെ നടന്നാലും നമുക്ക് മെഡിറ്റേഷനെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, ഞാനെങ്ങനെയാണ് എന്നെ ഹീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ, എൻ്റെ കോൺടാക്റ്റ് നമ്പർ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഓൾറെഡി നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാനിപ്പോൾ ചേഞ്ച് ആക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ നമ്പർ ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആവും. എനിക്ക് അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആവണം. അത് പണ്ട് തൊട്ട് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആദ്യമേ മുറ്റമില്ലല്ലോ നടക്കാൻ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്കിവിടെ ബാൽക്കണിയാണുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്ത് പോയേച്ചാൽ മതി. ഓക്കെ, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നടക്കുന്നത് നമ്മുടെ ബാൽക്കണിയിലൂടെ നടക്കും. പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഏർലി മോർണിംഗിലുള്ള വ്യൂ. നിങ്ങളും അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. മുറ്റമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇരുട്ടത്തോട്ടൊന്നും ഇറങ്ങി പോകണ്ട. കാരണം ഇപ്പോൾ ഈ കുറുവാസം ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനെപ്പോഴും അങ്ങനെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വെട്ടം വീണതിന് ശേഷമാണെങ്കിലും ചെയ്താൽ മതി. സന്ധ്യാസമയങ്ങളിലും നടക്കാം. ആ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും എപ്പോഴും അടുത്തുകൊണ്ട് വയ്ക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ അത് പതുക്കെ ഒന്ന് കുടിക്കുക. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് മിക്കവരും കാപ്പി കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ കടും ചായ അങ്ങനെ എന്തെങ്കിലും വെറും വയറ്റിൽ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് വേണ്ട. രാവിലെ എന്തെങ്കിലും നമ്മൾ കുടിക്കണം. അത് ചെറിയ ചൂടുവെള്ളം കുടിക്കുക. ഞാൻ ഈ ഞെരിഞ്ഞിലിട്ട വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് യൂറിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ. അപ്പം അങ്ങനെ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും കൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഒട്ടുമേ ഓക്കെ അല്ലാത്ത നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടിയ കുറേ വിഷമങ്ങളൊക്കെയുള്ള നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണ് ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്കതൊന്നും സാധിക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അതിനെയൊക്കെ നമുക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അച്ചീവ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഏജ് 30+ ആയി, അല്ലെങ്കിൽ 40+ ആയി, 50+ ആയി, ഇതൊന്നും ഒരു ലിമിറ്റേ അല്ല. നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ഒരു വിഷ് ലിസ്റ്റിൽ എഴുതി തയ്യാറാക്കാനായിട്ട് നോക്കാം. ഞാൻ അതിനുശേഷം ഈ ബാൽക്കണിയിലൂടെ നടക്കുമ്പം എൻ്റെ ഓരോ നടത്തത്തിലും നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമുക്ക് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ള പോണ പ്രയർ നമുക്ക് ചൊല്ലിക്കൊണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് അതിനുശേഷം നമ്മളൊരു വിഷ്വലൈസേഷൻ ബോർഡ് തയ്യാറാക്കണം. ഓക്കെ, ആ വിഷ്വലൈസേഷൻ ബോർഡ് എഴുന്നേറ്റ ഉടനെ നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിൽ ശ്രമിക്കുക. നമ്മളിതൊക്കെ ചെയ്യുമ്പം നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാവണം. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സിൽ അല്ലെങ്കിൽ വിഷമത്തിലൊക്കെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും സാരമില്ല. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ഫുൾ ടൈം, ശരിയാണ്, നമ്മൾ 24 hours നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ നമ്മൾ അതിലേക്കുള്ള സ്റ്റെപ്പുകളാണ് നോക്കുന്നത്. അതായത് 24 hours പോസിറ്റീവായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നോക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും യെസ്, ഐ ക്യാൻ ഓവർകം, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ഇതിലും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, എനിക്ക് ഈ ഒരു പ്രശ്നം ദൈവം തന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്നെ ബോൾഡാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതിൽ ചിന്തിച്ചെടുക്കുക. ഓക്കെ, പ്രശ്നങ്ങൾ ഫുൾ അവസാനിക്കും. അല്ലാതെ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമല്ല അല്ലേ, അതൊരു പാർട്ട് ഓഫ് ലൈഫാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്ന് നോക്കിയേ, നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ഇതിലും വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ആലോചിക്കുമ്പം തോന്നിയോ ഞാനതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോയി എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ,
ഇത്ര ഈസി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നോ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമ്മൾ നന്നായിട്ട് സ്ട്രോങ് ആവുകയാണ്, നമ്മുടെ മെൻ്റലി നമ്മൾ ഫിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു മെൻ്റൽ സിറ്റുവേഷനിലേക്ക് നമ്മളെ എത്തും. ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് നമ്മളെ നേരത്തെ ഇട്ട് തട്ടി കളിച്ചതുപോലെ നമ്മുടെ അടുത്ത് വരാൻ ആളുകളൊന്ന് മടിക്കും. കാരണം അവർക്ക് മനസ്സിലാവും നമ്മൾ ബോൾഡായി, നമ്മൾ പഴയ പോലെ അല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മളുടെ ചിന്താരീതികൾ മാറും, നമ്മളുടെ ബിഹേവിയർ മാറും, നമ്മൾ അവരോട് പെരുമാറുന്ന രീതി മാറും, നമ്മളുടെ കമ്പനീസ് മാറും, നമ്മൾ എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നു നമ്മുടെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആവും. നമ്മുടെ സർക്കിൾ നല്ല പോസിറ്റീവ് സർക്കിൾ മാത്രം നമ്മൾ തിരയും. നമുക്ക് നന്മ തരുന്ന അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന നമ്മുടെ നല്ലത് മാത്രം കാണുന്ന ചില 10 നാളുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ചിലപ്പോൾ 5 മാറും. അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് വരും. നല്ല സുഹൃത്ബന്ധങ്ങൾ പുതിയത് വരും. നമ്മുടെ സുഹൃത്ബന്ധങ്ങളിൽ നിന്നും വേണ്ടാത്തതായിട്ടുണ്ടെങ്കിൽ അത് പൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരും. ഓർത്താൽ മതി, നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സർക്കിളിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വരും. അത് യൂണിവേഴ്സ് വരുത്തും. നമ്മളെ ചേഞ്ച് ആക്കാൻ തുടങ്ങുമ്പം നമ്മളുടെ കൂടെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പൊഴിഞ്ഞു പോകും. നമുക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങൾ പൊഴിഞ്ഞു പോകും. അത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങളിത് ആദ്യമേ മനസ്സിൽ വെച്ചോളുക. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകും. നമുക്ക് നെഗറ്റിവിറ്റി തന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരിക്കലും നല്ലത് തരില്ല എന്നുറപ്പുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നമുക്കതല്ലേ വേണ്ടത്. നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള മൈൻഡാണ് വേണ്ടത്. പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റണം. നമ്മളെ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരു മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിരിക്കണം റിലേഷൻഷിപ്പൊക്കെ എപ്പോഴും. എന്ത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, നമുക്ക് ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. നമുക്ക് പോസിറ്റീവായിട്ടൊരു വൈബ്രേഷൻ തരുന്ന ആളായിരിക്കണം. നമ്മളെക്കുറിച്ച് കൂടെ നിന്നിട്ട് പുറത്തു പോയി കുറ്റം പറയുന്ന ആളാവരുത്. നമ്മൾ പറയുന്ന വിഷമങ്ങൾ വേറെ ആളോട് പോയി പരദോഷമായിട്ട് പറയുന്ന ആൾക്കാരാവരുത്. നമ്മൾ പറയുന്ന വിഷമങ്ങൾ കേട്ട് ഉള്ളിൽ സന്തോഷിക്കുന്ന ആളാവരുത്. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കത് ആരുടെയും മനസ്സ് ഇങ്ങനെ കുത്തി നോക്കിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഉണ്ടായി കഴിയുമ്പം നമുക്കൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതാൾ ശരിയാണോ, അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിൽ ഇൻഡ്യൂഷൻസ് വരാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ, ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കലുഷിതമായിട്ട് കിടക്കുന്ന ഒരു മനസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെഡിറ്റേഷൻ്റെ ആ ഒരു വൈബ്രേഷനിലേക്ക്, ആ ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത്രയും നാൾ നമ്മൾ കിടക്കുന്ന ആ മൈൻഡിനെ നമ്മളിങ്ങനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കുകയാണ്. അപ്പം അത്ര ഈസി ആയിരിക്കത്തില്ല, പക്ഷേ ഈസിയാണ്. നമ്മൾ ഈ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ഞാൻ ഈ പറയുന്ന ടെക്നിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് കയറിയതിന് ശേഷം നമ്മുടെ ലൈഫ് ഒന്ന് മാറുന്ന മാറ്റം നിങ്ങളൊന്ന് കാണണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിഷ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ഉറപ്പായിട്ടും ചെയ്യുക. പേപ്പർ ടെക്നിക്ക്, നമുക്ക് നെഗറ്റിവിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്യാനുള്ള പേപ്പർ ടെക്നിക്ക് അതും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഞാനൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഫീല്, എങ്ങനെ ആവണം എന്നുള്ള ഫീൽ ശരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വലൈസേഷൻ. നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങളുടെ വീട്, കാറ്, എന്താണോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് അത് ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണല്ലേ. അപ്പം ആ ഗൂഗിളിൽ നോക്കുക. എന്നിട്ട് കുറേ വീടുകളിലൊക്കെ ഫോട്ടോ കാണുമല്ലോ. നമുക്ക് നോക്കുമ്പം എന്തിനോടാണ് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ എന്തിനോടാണ് ഒരു ഇഷ്ടം തോന്നുന്നത്, ഒരു അഫിനിറ്റി തോന്നുന്നത്, അത് സേവ് ചെയ്ത് വെക്കുക. അത് നമുക്ക് വേണ്ടിയുള്ളതായിരിക്കും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കടയിൽ പോയി എടുത്തിട്ട് നമുക്ക് നമ്മുടെ വ്യൂ ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വേൾഡ് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ റൂമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കാൻ ഇരിക്കുന്ന സ്ഥലമായിരിക്കും, എവിടെയും ആയിക്കോട്ടെ. ആ ഒരു സ്ഥലത്ത് ഈ ഒരു പിക്കിനെ ഒട്ടിച്ച് വെക്കാം. അതുപോലെ നിങ്ങളുടെ വിഷ്വലൈസേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ടോ അതൊക്കെ. പിന്നെ കുറച്ച് പണത്തിൻ്റെ ഫോട്ടോ, പിന്നെ കുറച്ച് ഗോൾഡിൻ്റെ ഫോട്ടോ, ഗോൾഡ് മഴ പെയ്യുന്ന ഫോട്ടോ, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങളത് കാണാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കിടക്കുന്നതിന് മുന്നേ മസ്റ്റായിട്ടും അത് കാണണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി അതൊന്ന് കണ്ടിട്ട് മനസ്സിൽ എനിക്കിത് ലഭിച്ചു എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു വണ്ടി വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെന്ത് വണ്ടിയാണ്, ആ ഒരു വണ്ടിയുടെ കളർ, അതായത് നിങ്ങൾക്ക് എക്സാക്ട്ലി ആ ഒരു പിക്ചർ നമ്മളോട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലും. ഇപ്പോൾ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ എന്തായിരിക്കണം, പെട്രോളാണോ ഡീസലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്ത് കൃത്യമായിട്ട് ഒരു ഔട്ട്ലുക്ക് നമുക്കുണ്ടായിരിക്കണം. ആ ഒരു രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഒരു ഡയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറിയിലും ഇതൊക്കെ ഒട്ടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ.
നമ്മളപ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ ബോർഡ് കണ്ടിട്ടായിരിക്കും എഴുന്നേൽക്കേണ്ടത്. ഇപ്പോൾ ഇനിയിപ്പോൾ എഴുന്നേൽക്കുന്ന ഉടനെ അടുത്ത് തന്നെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റണം. ആ ഒരു പിക്ചർ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, പതിയണം. എനിക്കിത് വേണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. എനിക്കിത് കിട്ടി എന്ന് തന്നെ നിങ്ങൾ സങ്കല്പിച്ച് ജീവിക്കുക മുന്നോട്ട്. നമ്മൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ലൈഫിലൊക്കെ എപ്പോഴെങ്കിലും ഈ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതായത് എപ്പോഴെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്ന അവസ്ഥ. ഓക്കെ, അതിനെ നമ്മൾ സ്ട്രോങ് ആക്കുകയാണ്. അതായത് വിഷ്വലൈസേഷൻ പവർ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ തേടിയെത്തും. അത് യൂണിവേഴ്സും നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വൈബ്രേഷൻ അവിടെ കണക്റ്റ് ആവുകയും നമ്മുടെ അടുത്തേക്ക് ആ ഒരു ആഗ്രഹത്തെ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുകയും ചെയ്യും. സോ വിഷ്വലൈസേഷൻ ബോർഡ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഡെയിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആദ്യമേ ഇതൊക്കെ ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നും, പക്ഷേ പതുക്കെ ഒരു 10 minutes ഒക്കെ മതിയാവും നമുക്കിത് കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഹാപ്പി ആയിട്ട്, വളരെ ഒരു സ്മൈലിംഗ് ഫേസോടു കൂടി ഇത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കാരണം ഇഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യണം. കാരണം നമ്മുടെ ആഗ്രഹങ്ങളല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 24 hours ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ പലതും നേടി എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇതിനൊക്കെ ചെയ്യാൻ പോകേണ്ടത്. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ളൊരു മൈൻഡോട് കൂടി നിങ്ങൾ ഇരിക്കരുത്. നമുക്കൊരു ബിലീഫ് സിസ്റ്റം വേണം. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ കാര്യമുള്ള കാര്യമാണോ, അങ്ങനെയുള്ള ഒരു ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. ഇത് കാര്യമുള്ള കാര്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നടക്കും. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങൾ ധൈര്യമായിട്ട് വിഷ്വലൈസേഷൻ ബോർഡ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ഒക്കെ ഫോട്ടോസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഫോട്ടോസാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ ഒരുപാട് ഫോട്ടോസാണ്. നിങ്ങളത് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അട്രാക്ഷൻ അല്ലെങ്കിൽ അത് ഒരു ഇഷ്ടം തോന്നുന്ന പിക്ക് ഏതാണോ ആ ഒരു പിക്ക് സേവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുക. കളർ കോപ്പി തന്നെ എടുക്കണം. അതിനെനിക്ക് തോന്നുന്നു 10 രൂപയോ 5 രൂപയോ അങ്ങനെയൊക്കെ ഉള്ളൂ. പലയിടത്തും പല റേറ്റ് ആയിരിക്കും. എന്നാലും ഈ 10 രൂപയിൽ കൂടി പോകത്തില്ല. അപ്പം ഈ ഒരു സാധനം ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് അതിനെ വളരെ ഇഷ്ടത്തോടു കൂടി വളരെയധികം സ്നേഹിച്ച് ഒട്ടിച്ചു വയ്ക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മണി ബ്ലോക്സ് ഉണ്ടാവും കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോലും അറിയാതെ ചിലപ്പം പലതിനെയും ശപിച്ച അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞ ഓരോ അവസ്ഥകളൊക്കെ ഉണ്ടാവും, സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആവാം. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുമ്പോൾ ഐ ആം സോറി, നമ്മളത് യൂണിവേഴ്സിനോട് നമ്മൾ പാസ് ചെയ്യുകയാണ്. എനിക്കിങ്ങനെയൊക്കെ കുറച്ച് മിസ്റ്റേക്സൊക്കെ പറ്റിയിട്ടുണ്ട്, ക്ഷമിക്കുക, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു മെസ്സേജിനെ നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ നെഗറ്റീവ്സും എല്ലാ കാര്യങ്ങളും അവിടെ ക്ഷമിച്ച് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സും ആ ഒരു രീതിയിലേക്കായി. നമ്മളോട് തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോടൊക്കെ നമ്മൾ ക്ഷമിച്ച് വിട്ടേക്കുക. നമ്മുടെ മനസ്സിൽ നമുക്കൊരു കുശുമ്പോ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും പാടില്ല. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൂളായി, നമ്മൾ ഇതൊക്കെ ചെയ്ത രീതി നമ്മൾ കൂളാക്കി എടുക്കും. നമ്മൾ ഓക്കെ ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ദേഷ്യം വേണ്ട, നമുക്ക് വൈരാഗ്യം വേണ്ട. നമ്മളെ വേദനിപ്പിച്ച് നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന, ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഒരകലത്തിൽ നിർത്തിയേക്കുക. അവരുമായിട്ട് ഓവർ അറ്റാച്ച്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറയാം ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു എന്നുള്ള ആ ഒരു പ്രെയർ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിൽ നമുക്കൊരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ നിന്നൊക്കെ നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് വേണ്ടേ. അതിനകത്ത് തന്നെ ഒട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലൈഫ് നമുക്ക് നേരെ ആവാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊന്ന് വേർപെട്ട് കിട്ടണം നമ്മുടെ മനസ്സിനെ അല്ലേ. അപ്പോൾ ഈ ഒരു പ്രയർ ചൊല്ലുക. നമ്മളെ വേദനിപ്പിച്ചവരോടൊക്കെ നമ്മളങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കുക. നമുക്ക് ആരോടും വൈരാഗ്യമോ ദേഷ്യമോ പകയോ കുശുമ്പോ ഒന്നും വേണ്ട. ഓക്കെ, ഇതൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യമൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരും ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് ഹേർട്ടാവും, നമ്മൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മറുപടി പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. അതും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇന്നയാൾ നെഗറ്റീവാണെന്ന് കണ്ടാൽ അവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. നമ്മളിങ്ങനെയൊക്കെ ദ്രോഹിക്കുമെന്ന് അറിഞ്ഞിട്ട് അവരുടെ കൂടെ ചേർന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ചില ബന്ധങ്ങളുണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.
അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല കളർഫുള്ളാവും, വല്ലാത്തൊരു പീസ്ഫുള്ളായിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് കൂടെ എന്തായാലും നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ചേഞ്ചസ് ഉണ്ടാവും. കാരണം ഇപ്പോൾ കലികാലമാണല്ലേ, മൊത്തം പ്രശ്നങ്ങളും ദേഷ്യവും വഴക്ക്, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകയും, അവരുടെ കാര്യങ്ങൾ മാത്രം സാധിച്ചാൽ മതി, അതിന് എന്തും ചെയ്യാനായിട്ട് മടിയില്ലാത്ത കുറേ ആൾക്കാർ ആ ഒരു രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരാൾ ജെനുവിനാണോ, നമ്മളോട് സ്നേഹമുണ്ടോ, ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ അറിയില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരെയും പുതിയതായിട്ട് കാണും. നമ്മളെല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ട്രാക്കിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാൻ പറ്റും. ഞാൻ സത്യമാണ് പറഞ്ഞത്, നമുക്ക് ഓരോ ഇൻറ്റ്യൂഷൻസും നമുക്ക് ഫീൽ ചെയ്യും ഓരോരുത്തരെ കാണുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് മനസ്സിൽ ഇൻറ്റ്യൂഷനായിട്ട് തോന്നും, അത് കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഫീൽ നമ്മുടെ മനസ്സിൽ അപ്പം തോന്നിക്കും യൂണിവേഴ്സ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകണം കേട്ടോ. നമുക്ക് കാരണം ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ഇതൊക്കെ കൂടി തന്നെ പോകാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല രീതിയിൽ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചിലവർ ജിമ്മിൽ പോകുന്നുണ്ട്, അതെന്തിനാ, ഫിറ്റ്നസ്സിന് വേണ്ടി അല്ലേ. അപ്പം മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ ശീലമാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണ്, മനസ്സിൻ്റെ വെൽബീയിങ്ങിനും ഹെൽത്തിനും വേണ്ടിയാണ്. നമുക്കിതുവഴി എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നേടാൻ സാധിക്കും മെഡിറ്റേഷൻ വഴി. ഇപ്പം ഞാൻ പറയാം, ഹെയർ ഗ്രോത്ത്, നല്ലൊരു സ്കിൻ കിട്ടാനായിട്ട്, പിന്നെ വെയിറ്റ് കൂട്ടാൻ, വെയിറ്റ് കുറയ്ക്കാൻ, പിന്നെന്താ വയറ് കൂട്ടാൻ എന്നല്ല, വയറ് കുറയ്ക്കാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഹെൽത്ത് വേണമല്ലേ, നമുക്ക് നമ്മുടെ സൗന്ദര്യം ഇതൊക്കെ വേണം, അതുപോലെ തന്നെ ഹെൽത്തും വേണം. അപ്പോൾ ഹെൽത്ത് ഫിറ്റായിരിക്കുക, നന്നായിട്ട് ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, നിങ്ങളിതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. നമ്മൾ ഈ ഒരു ട്രാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ തോന്നും. അല്ലാതെ പ്രശ്നങ്ങൾ അകപ്പെട്ടിരിക്കും, നമുക്ക് ഇതൊന്നും ചെയ്യാൻ തോന്നില്ല, ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. പക്ഷേ നമുക്കിതൊക്കെ വേണം. ഇതൊക്കെ കൂടി ചേരുമ്പോൾ കൂടിയാണ് നമുക്ക് നല്ലൊരു ഫിറ്റ്നസ് ഉള്ള ഒരു മൈൻഡും ഹെൽത്തും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഫുഡൊക്കെ കറക്റ്റിന് കഴിക്കുക. എനിക്ക് വേണ്ടിയാണ്, നമ്മൾ ഇത്ര നാൾ വിഷമിച്ചില്ലേ, പോട്ടെ, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് കണ്ണാടി നോക്കി ഹൃദയത്തിൽ കൈവച്ച് കണ്ണടച്ച് ചിരിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കി. എന്തോരം സ്വാതന്ത്ര്യം ആയിട്ടുള്ളൊരു ഫീൽ, സ്വാതന്ത്ര്യപ്പെടുന്നുണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന്. അതൊന്ന് ഫീൽ ചെയ്ത് അനുഭവിച്ചേ, ഒന്ന് ആത്മാർത്ഥമായിട്ട്. എനിക്ക് ലെഫ്റ്റ് ഹാൻഡാണ്, അപ്പം നിങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ട് പറയാം, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് വളരെ ഒരു കൂളായിട്ട് ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് ഇങ്ങനെ വളരെ ഫീൽ ചെയ്ത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞ് കുറേ നേരം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു വളരെ നമ്മൾ കാമാകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, വളരെ കൂളാകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ 24 ഹവേഴ്സും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലാണല്ലോ നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം, നമ്മുടെ ലൈഫ് നെഗറ്റീവായിട്ട് പോകണോ പോസിറ്റീവായിട്ട് പോകണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ട് കലികാലമാണ്. നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ വർക്കുകളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഫാമിലി റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ കുറേ കൂടി നല്ലതായിരിക്കും. കുറേ കൂടി നല്ലതെന്നല്ല, 100% നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഈ സൺഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഹോളിഡേ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലവർ ഒരുപാട് നേരം കൂടുതൽ കിടന്നുറങ്ങും രാവിലെ. ഓക്കെ, നിങ്ങളിപ്പോൾ 5 മണി എന്നുള്ള വേണം 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക. പക്ഷേ ആ ഒരു ഹോളിഡേ ആണെന്നുണ്ടെങ്കിലും മെഡിറ്റേഷന് ഹോളിഡേ കൊടുക്കാതെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഈവനിങ് ടൈമിൽ ഫാമിലി എല്ലാവരുമായിട്ട് വേണേൽ പുറത്ത് പോകാം. ആ സമയത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഡേ ആയിട്ട് ഈ ഒരു സൺഡേനെ എടുക്കുക. ഓക്കെ, അങ്ങനെ കൊണ്ടുപോവുക. ഒന്ന് പുറത്തൊക്കെ പോയി മൈൻഡിനെയൊക്കെ ഒന്ന് റിലാക്സ് ആക്കാം, അല്ലെങ്കിൽ ഒരു ഫിലിം കാണാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് പോസിറ്റീവായിട്ടിരിക്കണം, ഇരുന്നേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ രാവിലെ ചൂടുവെള്ളം കുടിക്കാൻ മറക്കരുത്. നമ്മുടെ പ്രയറുകളൊക്കെ ചൊല്ലുമ്പോൾ നമുക്കൊരു ഹോട്ട് വാട്ടർ എടുത്ത് മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഒപ്പോണൊപ്പോണോ പ്രയർ ചൊല്ലാം. നമ്മുടെ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ വെള്ളത്തിൽ കൈ പിടിച്ചിട്ട്, കപ്പ് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് അത് ചൊല്ലാവുന്നതാണ് കേട്ടോ. നമ്മുടെ പോസിറ്റീവ് വൈബ്രേഷൻ ആ വെള്ളത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മളത് കുടിക്കുമ്പോൾ ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാം, കാരണം വാട്ടർ ടെക്നിക്കാണത്.
നമുക്കത് ഒരുപാട് നമ്മളെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ടെക്നിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ നമ്മൾ പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.